പഞ്ചുരുളിയുടെ കൂടെ ഗുളികനെ കാണപ്പെടുന്നു. ആരാണീ പഞ്ചുരുളി? ആരാണീ ഗുളികൻ? മഹാദേവനും ഗുളികനും പഞ്ചുരുളിയും തമ്മിലുള്ള ബന്ധമെന്ത്? ഞാൻ കേട്ട കഥയിലൂടെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പഞ്ചുരുളിയെ അറിയാം. ഒരു ദിവസം പാർവതി ദേവി കാട്ടിൽ ഒരു പന്നിക്കുഞ്ഞിനെ കണ്ടു. അതിൻ്റെ അമ്മ ചത്ത നിലയിലുമായിരുന്നു. വാത്സല്യം കൊണ്ട് പന്നിക്കുഞ്ഞിനെ പാർവതി കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വലുതായപ്പോൾ ആ പന്നി കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട മഹാദേവൻ കോപം കൊണ്ട് ആ പന്നിയെ വധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വാത്സല്യം കൊണ്ട് പാർവതി അതിന് സമ്മതിച്ചില്ല. എന്നിട്ട് ജീവന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. ശിവഭഗവാൻ ആ പന്നിയെ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യരാശിയുടെയും കൃഷിയുടെയും ധർമ്മസ്ഥാപനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ചുമതല കൂടെ നൽകി. അന്നു മുതൽ പഞ്ചുരുളിയായി ഭൂമിയെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു എന്ന് വിശ്വാസം. ഗുളികൻ്റെ കഥ മറ്റൊന്നാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ അവതരിച്ച ദേവനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. കുഞ്ഞുങ്ങളില്ലാതിരുന്ന മൃഗണ്ഡു മഹർഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശിവനെ തപസ് ചെയ്തു. തപസ്സിൽ പ്രസന്നനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. വരമായി 100 വയസ്സുവരെ ജീവിക്കുന്ന ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ വേണോ, അതോ 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന അതിബുദ്ധിമാനായ അറിവുള്ള കുഞ്ഞിനെ വേണോ? ശിവൻ ചോദിച്ചു. അറിവുള്ള കുഞ്ഞു മതിയെന്ന് മൃഗണ്ഡു മഹർഷി. കുഞ്ഞിൻ്റെ നാമം മാർക്കണ്ഡേയൻ. 16 വർഷം അവസാനിക്കാതായി. മാർക്കണ്ഡേയൻ മരണം വരിക്കാനുള്ള സമയമായി. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാർക്കണ്ഡേയൻ ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ കാലനുമെത്തി. പ്രാർത്ഥനയിലിരിക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുപോകും? അതും ശിവനെ. കാലനാകെപ്പെട്ടു. കാലനെ കണ്ട മാർക്കണ്ഡേയൻ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കാലൻ തൻ്റെ കയ്യിലുള്ള കയർ കൊണ്ട് മാർക്കണ്ഡേയനെ കെട്ടിവലിച്ചു. കൂടെ ശിവലിംഗവും. കാലൻ്റെ വലിയിൽ ശിവലിംഗം ഇളകി. ഇത് കണ്ട ശിവന് ദേഷ്യമടക്കാനായില്ല. തൻ്റെ തൃക്കണ്ണുകൊണ്ട് കാലനെ ഭസ്മമാക്കി. കാലനില്ലാത്ത ഭൂമിയിൽ മരണമില്ലാതായി. ഇങ്ങനെ പോയാൽ ഭൂമി തന്നെ നശിക്കും. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ മറ്റു ദേവന്മാർ ശിവനോട് അഭ്യർത്ഥിച്ചു. കാര്യം മനസ്സിലാക്കിയ ശിവൻ തൻ്റെ ഇടത് കാലിൻ്റെ പെരുവിരലിൽ നിന്നും ഒരു ദേവനെ സൃഷ്ടിച്ചു. ഭൂമിയിൽ ചെന്ന് കാലൻ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കാലനില്ലാ കാലം അവതരിച്ച ആ കാലനാണ് ഗുളികൻ. പിൻകാലത്ത് നീതിയും സംരക്ഷണത്തിനുമായി നിലകൊണ്ടു ഗുളികൻ. ഗുളികൻ തെയ്യം കേരളത്തിലും ആരാധിക്കപ്പെടുന്നു. കൂടാതെ കേരള ജ്യോതിഷത്തിൽ ഗുളികന് പ്രാധാന്യമുണ്ട്. ഗുളിയനെ ആരാധിക്കുന്ന ഇടം ഗുളിയൻകാവ് എന്നറിയപ്പെടുന്നു. ഇനി പഞ്ചുരുളിയും ഗുളിയനും തമ്മിൽ എങ്ങനെ ഒന്നായി എന്ന് നോക്കാം. ഒരേ ഉദ്ദേശലക്ഷ്യവുമായി ഭൂമിയിൽ വന്ന 2 അവതാരങ്ങളാണ് പഞ്ചുരുളിയും ഗുളികനും. എന്നാൽ പരസ്പരം കണ്ടുമുട്ടിയ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുകയും പാർവതി ദേവി സമാധാനിപ്പിച്ച് ഒന്നാക്കി എന്നും വിശ്വാസം. അന്നു മുതൽ പഞ്ചുരുളി എവിടെയുണ്ടോ അവിടെ ഗുളികനുമുണ്ട്.